നമുക്ക് ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അച്യുതൻ അലോകനോട് പറഞ്ഞു, എടാ എന്താടാ, നിനക്ക് ആ കുടുംബത്തോട് ഭയങ്കര സഹതാപമാണെന്ന് തോന്നല്ലോ. അപ്പം ബാലന്റെ കുടുംബത്തോട് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അനന്തൻ പറഞ്ഞു, അല്ല അവനെ ആ ഉദയഭാനുവിന്റെ ചതിയെക്കുറിച്ച് പറയായിരുന്നു, ഒന്ന് പോയി ചോദിക്കണമെന്ന്. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഏട്ടാ. ബാലൻ ആരാന്നറിയാമല്ലോ, നമ്മുടെ ശത്രുവാണ്. നമ്മുടെ കടയിൽ കയറി പറ്റിയിട്ട് നമ്മുടെ പെങ്ങളെ അടിച്ചോണ്ട് പോയവനാണ് അവന്. അവനെപ്പോഴും ഒരുത്തിന് വേണ്ടിയിട്ട് അറിയാലോ. ഇതേ അലോകെ, നിനക്ക് കൂടുതൽ സിമ്പതിയൊന്നും അവരോട് വേണ്ട. ഇത് ഞങ്ങൾ മുതിർന്നവര് തീരുമാനിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ കയറി പോകാൻ നോക്ക്. അങ്ങനെ അലോക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, അല്ല അലോക് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഞാൻ നോക്കിയിട്ട് അവൻ പറഞ്ഞ നല്ലൊരു കാര്യമായിട്ടാ തോന്നേ. ഓ, ഇപ്പൊ ഏട്ടനും അവരോടൊപ്പം ചേർന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലോകിനിപ്പോ ഒരു സിമ്പതിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ദേവമംഗലംകാരോട്. ആ അനുവിന്റെ വിഷയം കഴിഞ്ഞതിന് ശേഷമാ. പക്ഷെ ഞാൻ ആ സംഭവിച്ചു കൊടുക്കത്തില്ല. ഏട്ടനും ഇനിയിപ്പം അവരോടൊപ്പം ആണെങ്കിൽ പറഞ്ഞേരാം, ഞാനും രാജനും കൂടെ അങ്ങ് മാറി തന്നേക്കാം. ഓ, എന്താടാ നീ പറഞ്ഞേ? നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? അതെ, ഒരെണ്ണം കിട്ടുക എന്നാണ്ടല്ലോ. അല്ല ഏട്ടാ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ശരിക്കും നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഉദയഭാനുവിനെ പോയി കാണണം. ഉദയഭാനുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അതാ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ആ ബാലിന്റെ അരിയിലേക്ക് ചെല്ലണം. ഇപ്പൊ പോയി ബാലിന്റെ മുഖം ഒന്ന് കാണുവാണെങ്കിൽ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ലായിരിക്കും. കാരണം തകർന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന ബാലിന്റെ മുഖം ഒന്ന് സങ്കല്പിച്ച് നോക്കിയേട്ടാ. നമ്മൾ എത്ര കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാ ബാലന്റെ തകർച്ച. അവൻ കരയണം, നന്നായിട്ട് കരയണം. അല്ല, നമുക്കിട്ട് പണി തന്നതിന്റെയാണ് ഇപ്പൊ അവനിട്ട് പണി കിട്ടിയിരിക്കുന്നത്. ശ്രീദേവിയുടെ രൂപത്തിലാന്ന് മാത്രം. അവനും കുറച്ചങ്ങോട്ട് കരയട്ടെ, വേദനയും വിഷമം എന്താന്ന് അവനും മനസ്സിലാക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞു. അനന്തം പറഞ്ഞു, എന്നാലും അച്യുത, ഒരെന്നാലും ഇല്ല ഏട്ടാ. നമുക്ക് കിട്ടിയ അവസരം നമ്മൾ മാക്സിമം വിനിയോഗിക്കണം, വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. പിന്നീട് ആനന്ദ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ദേവമകൾ തിരിക്കുമ്പോഴത്തേനും ബാലന് ആനന്ദിന്റെ മുന്നിലേക്ക് വന്നു. അപ്പോഴേക്കും ആനന്ദ് ചോദിച്ചു, എന്താച്ചാന്ന് ചോദിച്ചു. ആ സമയം ബാലന് ഇരു കൈകളും കൂപ്പി ആനന്ദിന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്നോട് ക്ഷമിക്കടാ മോനെ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. പെട്ടെന്ന് ആനന്ദ കൈയും കൂടി ചേർത്ത് പിടിച്ചു. അച്ഛൻ എന്ത് വർത്താനാ പറയണത്? എന്നോട് ക്ഷമ ചോദിക്കാനോ? അതിന് അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ? എടാ, ഞാനല്ല നിന്റെ ജീവൻ നശിപ്പിച്ചേ. ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ, എടാ, എനിക്ക് മനുഷ്യന്മാരെ ഇങ്ങനെ ഉള്ളു തുറന്നൊന്നും നോക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഓർത്തു എന്റെ പോലെ തന്നെയായിരിക്കും മറ്റുള്ളവരും. ഇങ്ങനെ ചതി ചെയ്യുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സംഭവിച്ചു പോയതാ. ഒരാലോചന വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു ആലോചനയാണല്ലോ, കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് നിനക്ക് വേണ്ടി ഞാൻ ആലോചിച്ചേ. പക്ഷെ അത് ഒരു നല്ല തീരുമാനം ആയിരുന്നില്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കടാ. ഞാൻ പറഞ്ഞ പെൺകുട്ടിയുടെ കഴുത്തിൽ നീ താലി ആർത്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകാനായിട്ട് കാരണം. അതും പറഞ്ഞുകൊണ്ട് ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട. ആകാശ് പറഞ്ഞു, അച്ഛൻ എന്തിനാ വിഷമിക്കണേ? അതിന് അച്ഛൻ എന്ത് തെറ്റാ എവിടെ ചെയ്തേ? അച്ഛനോട് തെറ്റും ചെയ്തിട്ടില്ല. ആ ഉദയഭാനുവിനെ വിശ്വസിച്ചു, അതാണ് അച്ഛൻ ചെയ്ത തെറ്റ്. അതിന് ഇനി അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കെല്ലാതെ അറിയാവുന്ന കാര്യമല്ലേ. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ബാലനോട് പറഞ്ഞു, ബാലേട്ട എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാതെയാണെങ്കിലും ബാലേട്ടനോട് ദേഷ്യപ്പെട്ടു പോയി. അപ്പോഴത്തെ ആ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. ഒന്നും മനസ്സ് വെക്കരുത് ബാലേട്ട. എനിക്കറിയാം ബാലേട്ടന്റെ മനസ്സെന്താന്ന്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബാലേട്ടനൊരു കുറ്റബോധത്തിന്റെ കാര്യമില്ല. ആ ഉദയഭാനു അവരൊക്കെയാണ് തെറ്റ് ചെയ്തത്. അവർക്ക് അതിനുള്ള ശിക്ഷ എന്താണ് നമ്മൾ കൊടുക്കും ബാലേട്ട. നമ്മളതങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആര്യം പറഞ്ഞു, അതെ അച്ഛ, അച്ഛൻ എന്തിനാ സങ്കടപ്പെടുന്നേ? ഇനിയിപ്പൊ എന്താണെങ്കിലും ആ ഉദയഭാനുവും മക്കളൊന്നും നമ്മുടെ കൺമുന്നിൽ പോലും ഇല്ല. അവരെ കുറിച്ചുള്ള സംസാരമൊന്നും വേണ്ട. നമുക്ക് പഴയതുപോലെ തന്നെ നല്ലതായിട്ട് ജീവിച്ചു പോകാം അച്ഛ. അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മനസ്സിൽ ഓരോന്നിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് വെറുതെ ഓരോ വയ്യായികളൊന്നും വലിച്ചു വെക്കണ്ട. അത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, അത് ബാലേട്ട, ഞാനും പറഞ്ഞല്ലോ, ബാലേട്ടന്റെ കാല് പിടിച്ച് വേണേ ക്ഷമ ചോദിക്കാം. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ബാലൻ പറഞ്ഞു, ഗോമതി നീ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? അല്ല, ബാലേട്ടനോട് ഞാൻ ദേഷ്യപ്പെട്ടതേ ആനന്ദിന്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ, അതൊന്നും സാരമില്ല ഗോമതി. ഞാൻ എടുത്ത തീരുമാനം കാരണമല്ലേ അവന്റെ ജീവിതം നശിച്ചു പോയത്. തെറ്റ് ചെയ്ത് അവരല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെ. ശ്രീദേവേച്ചി തെറ്റ് ചെയ്തിട്ടില്ലാന്ന് ഞാൻ പറയണില്ല. അവരോടൊപ്പം ചേർന്ന് നിന്നു. തെറ്റ് ചെയ്താണ്. പക്ഷേങ്കിൽ അതിന്റെ പേരിൽ ശ്രീദേവേച്ചി ഇവിടുന്ന് ഒരിക്കലും ഇറക്കി വിടാനായിട്ട് പാടില്ലായിരുന്നു. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അത് കേട്ടപ്പോ ഗോമതി പെട്ടെന്ന് മീനിന്റെ അടുത്തേക്കുന്നു. നീ എന്താ മീനു പറഞ്ഞേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവളെ ഇവിടെ പൂവിട്ട് പൂജിക്കണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ എല്ലാ മക്കളെക്കാളും മരുമക്കളെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അവളോടായിരുന്നു.
അവള് സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ പൊതു കെട്ടി കൊടുത്തുവിടും. തിരിച്ചു വരുന്ന വഴിക്കണ്ണുമായിട്ട് ഞാൻ കാത്തിരിക്കും. അത്രയ്ക്ക് സ്നേഹമായിരുന്നു, എൻ്റെ മക്കളെക്കാൾ സ്നേഹമായിരുന്നു. എന്നിട്ട് അവൾ എന്നെ ചതിക്കുകയല്ലേ ചെയ്തേ. അവൾ ഓരോ ദിവസം നിങ്ങൾ വേറെ ഒരു വിഡ്ഢിയാന്ന് കാണിച്ചു തരുമല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. എന്നെ ഒരു പമ്പര വിഡ്ഢിയാക്കി കളഞ്ഞില്ലേ. അതെനിക്ക് എങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റും മീനു? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ അവസ്ഥ എന്താന്ന്. എന്നെ വെറും മരം മണ്ടിയാക്കി കളഞ്ഞില്ലേ. അപ്പോഴേക്കും ബാലൻ ഗോമതി വിളിക്കണം, ഗോമതി നീ ഇങ്ങനൊന്നും പറയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ബാലേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ നെഞ്ചു പൊടിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എത്ര പ്രതീക്ഷയായിരുന്നു അറിയാവോ. അതും പറഞ്ഞ് ബാലൻ്റെ നെഞ്ചിലേക്ക് വീണ് ഗോമതി പൊട്ടിക്കരയുവാണ്. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലേ. നിങ്ങളുടെ സങ്കടം കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത് പറയാതിരുന്നത്. നിങ്ങളെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് ശ്രീദേവിയും കൂട്ടി വീട്ടിലേക്ക് പോവാണ്. ഉദയഭാനും ശ്രീകലയും കൂടെ പോകുന്ന വഴിക്ക് ശ്രീദേവിക്ക് പെട്ടെന്ന് തലയിറങ്ങുന്ന പോലെ തോന്നി. ശ്രീദേവി വേച്ച് വീഴാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പിടിച്ച് അവിടെ ഇരുത്തുവാണ്. ഇരുത്തിട്ട് ഉദയഭാനോട് കുറച്ച് വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഉദയഭാനു വെള്ളം വാങ്ങിച്ചുകൊണ്ട് ഓടി വരുമ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, വേണ്ട എനിക്ക് വെള്ളമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ശ്രീദേവിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. തന്നോട് ബാലച്ചൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം ശ്രീദേവിയുടെ മനസ്സിൽ കൂടെ വന്നപ്പോൾ തന്നെ ശ്രീദേവി ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പോകണം, എനിക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകണം. എങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞേ? ദേവമംഗലത്തേക്ക് പോകണം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഭാഗങ്ങളൊക്കെ എനിക്ക് പറയണമായിരുന്നു. എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് പോയി അതൊക്കെ പറയണമെന്ന് പറഞ്ഞു. മോളെ നീ ഇങ്ങനെ പറയരുതേ, നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടേ ആക്കും എന്ന് ശ്രീകല പറഞ്ഞു. നീ ഒന്ന് സമാധാനപ്പെട്, നീ ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം വാ. പറ്റില്ല, എനിക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. ദേവാനു പറഞ്ഞു, മോളെ നീ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആനന്ദുണ്ടല്ലോ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കത്തോളൂ, വെറുതെ പെടത്തില്ല. അത് കേട്ടതും ശ്രീദേവി ഒന്ന് അടങ്ങി. ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഒരു നിമിഷത്തേക്ക് ശ്രീദേവിയുടെ നിയന്ത്രണം പോലും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ആകാശ് പോയി പുറത്തുപോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. പക്ഷെ ആരും കഴിക്കാൻ കൂട്ടാക്കില്ല. ആകാശ് പറഞ്ഞു, വാ എല്ലാവരും വന്നിരുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ ആരും കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, എന്താ ഇത്? എല്ലാവരും കൂടെ ഇങ്ങനെ പട്ടിണി ഇരുന്നാൽ എങ്ങനെയാ ശരിയാവുന്നേ? ആരെങ്കിലും എടുത്ത് കഴിക്കാനൊക്കെ പറഞ്ഞു. ആനന്ദിന് മനസ്സിലായി ആരും ഒന്നും കഴിക്കുന്നില്ല എന്ന്. പെട്ടെന്ന് ആനന്ദ് അങ്ങോട്ട് എഴുന്നേറ്റ് ഗോമതിയുടെ അടുത്തേക്ക് എന്നിട്ട് അമ്മേ ഇവിടെ എന്താ ഇപ്പൊ സംഭവിച്ചേ? അതെ, ഇവിടെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. നിങ്ങളിങ്ങനെ കരഞ്ഞു പിഴിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അതിനെ എന്ത് തെറ്റാ ചെയ്തേ? തെറ്റിയത് നമ്മളല്ല, അവരല്ലേ. അതിന്റെ പേരില് ഇനി ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വേണ്ട. അച്ഛ എഴുന്നേറ്റ് വന്ന് കഴിക്കാൻ നോക്ക്. നിങ്ങളെല്ലാവരും കൂടെ പട്ടിണി ഇരിക്കുന്ന എന്തിനാ? അവള് തെറ്റൊക്കെ ചെയ്തിട്ട് അവള് നല്ല സുഖമായിട്ട് പോയി. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ഇനി ഇവിടെ ഇങ്ങനെ കരഞ്ഞു കൂവിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും കൂടെ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. പക്ഷെ ആരും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ആനന്ദാണെങ്കിൽ എല്ലാവരും മുന്നിലേക്ക് വരെ പൊതി അങ്ങോട്ട് കൊണ്ട് വെച്ച് കൊടുക്കണം കഴിക്കാനും പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല. മിത്രയാണിരുന്ന് കരയുന്നുണ്ടപ്പോൾ ആനന്ദി ചോദിച്ചു, എന്തിനാ മോളെ നീ എന്തിനായിരുന്നു കരയണേ? ഇതിന് മാത്രം എന്താ സംഭവിച്ചേ? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല, പോവേണ്ടവരൊക്കെ ഈ വീട് വിട്ടു പോയി. അത്രയും കരുതിയാൽ മാത്രം മതി. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ കരഞ്ഞു കൂവിയിരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മള്. അതും പറഞ്ഞ് ആനന്ദം കൂടെ പോയിരുന്നു. ആനന്ദിന് നല്ല സങ്കടമുണ്ട്. അപ്പോഴേക്കും മീനു പറഞ്ഞു, അതെ ആനന്ദേട്ടൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് എഴുന്നേറ്റു. ഗോമതി എഴുന്നേറ്റിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോയിരുന്ന് ഒരു പൊതി കഴിച്ചിട്ട് അങ്ങോട്ട് കഴിക്കാനായിട്ട് എടുക്കുവാണ്. അല്ല ഞാനെന്തിനാ പട്ടിണി ഇരിക്കുന്നത്? അവൾ എൻ്റെ ആരാ? അവള് പോയാലും എനിക്ക് വിഷമമില്ല. അത് പറഞ്ഞ ഗോമതി ഒരു വായ എടുത്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. അത് കണ്ടപ്പോഴത്തേനും മീനാക്ഷി ഓടി അങ്ങോട്ട് വന്ന് ഗോമതിയെ കെട്ടിപ്പിടിച്ചു. ആ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം വിഷമായിരുന്നു ശ്രീദേവി ആ വീട്ടിൽ നിന്ന് പോയതുകൊണ്ട്. കാരണം ശ്രീദേവിയെ ഇറക്കി വിട്ടാന്ന് പറഞ്ഞാലും ശ്രീദേവിയുടെ അഭാവം അതെല്ലാവരും വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. മീനാക്ഷിക്കാണെങ്കിലോ ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രീദേവി ഇവിടെ തന്നെ നിൽക്കണം, ശ്രീദേവി ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊരു പക്ഷക്കാരിയായിരുന്നു മീനാക്ഷി. അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ടെന്ന്